തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. പുതിയ KPCC ഭാരവാഹികളുടെ ആദ്യ യോഗം ഇന്ന് ചേരും. ചുമതലകൾ നിശ്ചയിക്കും. DCC പ്രസിഡന്റുമാരും പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുഖ്യ അജണ്ടയാണ്. വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, ഈ കല്ലുകടികളും അസ്വാരസ്യവും എല്ലാം മാറ്റിവെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യം, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിനെയൊക്കെ നേരിടാൻ താഴെ തട്ടിൽ നിന്ന് തന്നെ കോൺഗ്രസ് സജ്ജമാക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ചേരുന്ന ഭാരവാഹികളുടെ KPCC ഭാരവാഹികളുടെ ആദ്യ യോഗത്തെ അതിൻ്റെ ആദ്യ ചവിട്ടുപടിയായി തന്നെ കാണണ്ടേ? തീർച്ചയായും രാവിലെ ഒരു 10 മണിയോടുകൂടി യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പുനഃസംഘടനയ്ക്ക് ശേഷം ചേരുന്ന ഭാരവാഹികളാണ്. ഏറെ വിവാദവും ഏറെ തർക്കങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് ഈ പട്ടിക പോലും ഉണ്ടാക്കിയത്. ആ പുനഃസംഘടനയെ ചൊല്ലി പോലും പിന്നെയും തർക്കങ്ങളൊക്കെ കണ്ടതാണ്. ഡൽഹി നേതാക്കന്മാർ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പിനായി കളത്തിലിറങ്ങുക, ആ നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഭാരവാഹികളുടെ യോഗം ഇന്ന് ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാന അജണ്ട. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം അടുത്തയാഴ്ച വരാനിരിക്കെ അതിനു മുന്നോടിയായി ഒറ്റക്കെട്ടായി കളത്തിലിറങ്ങുക. തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. താഴെത്തട്ട് വരെ അത്രയേറെ സ്വാധീനം ജനങ്ങളുമായി ചേർന്ന് നിൽക്കേണ്ട ഒരു അവസരമാണ്. താഴെത്തട്ട് ജനങ്ങളെ ഒപ്പം നിർത്തി കോൺഗ്രസ് ജനങ്ങൾക്കിടയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ താഴെത്തട്ടേക്ക് ഇറങ്ങുക ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായി തന്നെ എല്ലാ അജണ്ടകളും തെരഞ്ഞെടുപ്പ് അജണ്ടകളും കൃത്യമായി അതിന്റെ ഒരു പ്രാഥമിക രൂപം എന്ന രീതിയിലാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ ചർച്ചയാവുക. ഒപ്പം തന്നെയും ഈ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുക എന്നതടക്കം ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ഇന്ന് ചേരുന്ന ഭാരവാഹികൾ എന്ന് പറയുന്നത് പുതിയ KPCC ജനറൽ സെക്രട്ടറിമാർ, ഒപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, വർക്കിംഗ് പ്രസിഡന്റുകൾ എല്ലാവരും ഇന്ന് ചേരുന്ന സമഗ്രമായ യോഗമാകും ഇന്ന് ചേരുക. അതോടൊപ്പം ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഏത് മാനദണ്ഡ പ്രകാരം എങ്ങനെയായിരിക്കും അതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. പ്രത്യേകിച്ചും ഈ പഞ്ചായത്ത് തലത്തിലെ സ്ഥാനാർത്ഥി നിർണയം, വാർഡ് സ്ഥാനാർത്ഥി നിർണയമൊക്കെ പ്രാദേശിക തലത്തിൽ കൃത്യമായി ജില്ലാ നേതാക്കൾ കൃത്യമായി അത് നിരീക്ഷിച്ചു ചെയ്യുക. ജനങ്ങളുമായി ഏറ്റവും അധികം അടുത്തു നിൽക്കുന്നവരെ സ്ഥാനാർത്ഥികളടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്ത് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ സർക്കാരിനെതിരെ ഏത് വിഷയമാണ് കൃത്യമായി പ്രചരണ ആയുധമാക്കേണ്ടത്, ഏത് വിഷയത്താണ് കൂടുതൽ ഫോക്കസ് നൽകേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. അതൊക്കെ ഏറ്റവും പ്രധാനം ഐക്യം തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും പരസ്യമായ വിയോജിപ്പുകളോ കലഹങ്ങളോ പോരുകളോ ഒന്നും തന്നെയും ഉണ്ടാകാൻ പാടില്ല. തെരഞ്ഞെടുപ്പിന് ഒരു മാസത്തോളം അല്ലെങ്കിൽ 1.5 മാസം, ഡിസംബർ 20 പുതിയ ഭരണസമിതി വരുന്ന ഈ ഒരു ഏറെക്കുറെ 1.5 മാസ കാലയളവ് ഒരു വിഷയങ്ങളും പരസ്യമായി പുറത്തു വരാൻ പാടില്ല. ഒറ്റക്കെട്ടായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുക, ആ ഒരു പ്രതീതി ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് തന്നെ മറ്റ് വിഷയങ്ങളൊക്കെ ഈ 1.5 മാസക്കാലം മാറ്റിവെച്ച് കളത്തിലിറങ്ങുക, സുസജ്ജമായി തന്നെ കളത്തിലിറങ്ങുക. സർക്കാരിനെതിരെ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ ഉൾപ്പെടെ കൃത്യമായി തയ്യാറാക്കി ആ വിഷയങ്ങൾ ആയുധമാക്കി തന്നെയാകും പ്രചാരണത്തിനായി ഇറങ്ങുക. ഇന്ന് ഇപ്പോൾ പ്രധാനമായും KPCCയുടെ ഭാരവാഹി യോഗം ഉൾപ്പെടെ ചേരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് 17 പേരുടെ കോർ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് AICC പട്ടിക പുറത്തിറക്കിയത്. ഈ കോർ കമ്മിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രീയകാര്യ സമിതിയിലും KPCC ഭാരവാഹിയുടെ എണ്ണം വളരെ കൂടുതലാണ്. ജംബോ പട്ടികയാണ് തർക്കങ്ങളെ തുടർന്ന് പുറത്തുവിട്ടത്. ഇത്രയേറെ രാഷ്ട്രീയകാര്യ സമിതി നിലവിൽ സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും ഉന്നത ബോഡി എന്ന് പറയുന്നത് രാഷ്ട്രീയകാര്യ സമിതിയാണ്. പക്ഷെ ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ പോലും ഏറെ അംഗങ്ങളാണ് ജംബോ പട്ടിക തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ഐക്യത്തോടുകൂടി അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യം, ഈ ദുഷ്കരമായ സാഹചര്യം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോർ കമ്മിറ്റി രൂപീകരണത്തിലൂടെ പോയത്.